ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ ബന്ധം ഉലഞ്ഞു പോയ ഒരവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മാറി വന്ന സർക്കാർ പറഞ്ഞു ഇവിടെ ഖലിസ്ഥാനികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നവർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തെ നയതന്ത്ര തകർച്ചയ്ക്ക് ശേഷം അവർ ഇന്ത്യൻ NSA ആയിട്ടുള്ള, അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ കാനഡയിൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ വിദേശകാര്യ ഉപദേഷ്ടാവ് നതാലി ജി ഡ്രൗയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ആശാവഹമാണോ സർ? പിന്നെ തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ G7 രാജ്യങ്ങളുടെ സമ്മിറ്റ് നടന്ന സമയത്ത് ഇന്ത്യയെ പ്രത്യേക ക്ഷണിതാവായിരുന്നു. കാരണം ഇന്ത്യ ഇല്ലാതെ ഒരു G7 സമ്മിറ്റ് നടത്തിക്കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തതാണെന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ ക്ഷണിച്ചതും പ്രൈം മിനിസ്റ്റർ അതിൽ പങ്കെടുത്തതും. അവിടെ വെച്ചിട്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ചർച്ചകൾ കാനഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും പിന്നെ നരേന്ദ്രമോദിയായിട്ട് നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കുറേ മാറ്റങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര പ്രതിനിധികളെ നിയമിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങൾ ഏകദേശം ഒരു വളരെ സുഗമമായ ഒരവസ്ഥയിലേക്ക് വളരെയധികം പെട്ടെന്ന് എത്തുന്നതിന് സാധിച്ചു. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും കാനഡയും തമ്മിലുള്ള വിഷയം, അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് ഈ ഒരു ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ എളുപ്പമാകാനും ശക്തമാകാനും കാരണമായത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങളെ പുതിയ ഭരണകൂടം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റേത് ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു ചെറിയ ഈ എന്താ പറയുക അവസരവാദ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ നിജാർ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവിടുത്തെ സിഖുകാരുടെ വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജസ്റ്റിൻ ട്രൂഡോ നടത്തിയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ കളി. ആ രാഷ്ട്രീയ കളിയിൽ അവിടെ എന്താ സംഭവിച്ചില്ല, ഈ സിഖ് പ്രതിനിധിക്ക് പോലും കാര്യമായ വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഈ മാർക്ക് കാർണി. അദ്ദേഹം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മനുഷ്യനാണ്, എക്കണോമിസ്റ്റാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളറിയാം. അമേരിക്കയുടെ ഭീഷണിയുടെ മുമ്പിൽ ട്രംപിൻ്റെ ഒരു ഭീഷണിയും ഈ മാർക്ക് കാർണി വന്നതിന് ശേഷം അദ്ദേഹം എടുത്തിട്ടില്ല. 51ാം സ്റ്റേറ്റ് എന്നുള്ളൊരു വാക്കുപോലും പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഉരിയാടിയിട്ടില്ല. മറിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക കിള്ളുകയായിരുന്നു സാർ, അല്ലേ? ഓർമ്മിപ്പിക്കും. എന്നിട്ട് ഒരു ബഫൂണിനെ പോലെ മാറ്റിക്കളഞ്ഞു ജസ്റ്റിൻ ട്രൂഡോയെ. മാത്രം അതിന് അങ്ങനെ മാറ്റിക്കളയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രംപിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ജസ്റ്റിൻ ട്രൂഡോ ആ രീതിയിലേക്ക് മാറിയതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് ഇവിടെ ഈ ഉഡായിപ്പ് തന്ത്രങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാമെന്നുള്ള ധാരണയാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് ഈ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇറങ്ങാതിരുന്ന മാർക്ക് കാർണി. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം വളരെ വ്യക്തമാണ്. ഇപ്പം ലണ്ടൻ ബാങ്കിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെയൊക്കെ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയാണ്. ഹാർവാർഡ് പ്രോഡക്റ്റാണ്. വെരി മാറ്റർ ഓഫ് ഫാക്ട് പേഴ്സൺ. അമിതമായിട്ട് സംസാരിക്കത്തില്ല. സംസാരിക്കുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് സംസാരിക്കും. അതേപോലെ ഭീഷണിക്ക് വഴങ്ങില്ല. അത് കൃത്യമായിട്ട് തന്നെ ട്രംപിനും ആ മെസ്സേജ് കിട്ടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അധികാരത്തിലേക്ക് വന്നത്. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് ഈ ഒരു ഇപ്പം നടക്കുന്ന ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ അമേരിക്ക ലോകത്തിന് മുഴുവൻ താരിഫ് പ്രഖ്യാപിച്ച് ഇത് ശരിക്കും യുദ്ധമാണ്, അല്ലേ? ട്രേഡ് വാറാണ് സാർ, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ വാറിന് മറ്റു വാറിനേക്കാൾ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാറിലേക്കാണ് പോകുന്നത് സാർ. ഇപ്പം നേരിട്ട് ആയുധം കൊണ്ടുള്ള യുദ്ധത്തിനേക്കാൾ വലിയ ഉദാഹരണത്തിന് ഇപ്പം പാകിസ്ഥാനുമായിട്ട് നമ്മൾ വാറല്ലെങ്കിൽ പോലും അതിന് സമാനമായ അന്തരീക്ഷം ഉണ്ടായി. പക്ഷേ അതിനൊരു പരിസമാപ്തി ഒന്നും അത് കഴിഞ്ഞു. ഏകദേശം പിന്നീട് വീണ്ടും നോർമൽ അവസ്ഥയിൽ, അല്ലെങ്കിൽ ബന്ധം പഴയതായില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നോർമലായി. പക്ഷെ ഇതല്ല, ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്ക ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ച് കുലുക്കിക്കളാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട വളരെ സൈലൻ്റായിട്ട് നടക്കുന്നുണ്ട്. അത് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാനഡ ഇന്ത്യയുമായിട്ട്, ഇപ്പം നതാലി ഡ്രൂയിനുമായിട്ട് ഇപ്പം അജിത് ഡോവൽ, രണ്ടുപേരും കാനഡയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് നതാലി ഡ്രൂയിന്, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അജിത് ഡോവൽ. ഈ രണ്ടു കൂട്ടരും തമ്മിൽ കഴിഞ്ഞ ഇപ്പോൾ ഈ ഇന്നലെ അല്ലേ, സെപ്റ്റംബർ 18 ഡൽഹിയിൽ വെച്ച് വളരെ
വിശദമായിട്ടുള്ള ചർച്ച നടത്തി. മാത്രമല്ല ഇരുകൂട്ടരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വളരെയധികം ഗുണകരമായ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് രണ്ടുപേരും കൂടി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഇനിയുള്ള ഒട്ടേറെ ഇപ്പം നമ്മുടെ വിശേഷം കേരളം പോലുള്ള രാജ്യത്തിനൊക്കെ സംസ്ഥാനത്തിനൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന സംഗതിയാണ്. കാര്യം ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ അവിടെ പോയി പഠിക്കുകയും സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സർ, ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പൊ പറയുന്നത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം, രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ, ഇന്റലിജൻസ് പങ്കിടൽ, അങ്ങനത്തെ വിവരങ്ങളൊക്കെ ശ്രമങ്ങളൊക്കെ കൂടെ ഏകോപിപ്പിച്ച് നടത്താനുള്ള ശ്രമം. അതായത് ഖലിസ്ഥാനികളെ അവർക്കെതിരെയുള്ള നടപടി അവിടെ ഉണ്ടാകും. ഈ ഡോവൽ പോകുമ്പോൾ വെറുതെ പോവില്ല, വെറുതെ തിരിച്ചും വെറും കൈയോടെ മടങ്ങി വരികയുമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് പോലെയാണ്. ഡോവലാണ് കാനഡയിൽ പോയത്. അപ്പൊ ജസ്റ്റ് ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കാനഡയിൽ ഈ നയതന്ത്ര രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. ബാക്കി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഖലിസ്ഥാൻ വാദവുമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഡോവലിന്റെ കാര്യം വെച്ചാൽ ഡോവൽ പക്ക പ്രൊഫഷണലാണല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഒരു വാക്കും സമയവും അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇപ്പം ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് പറയുന്നത് മൾട്ടി അലൈൻമെന്റ് പോളിസിയാണ്. നേരത്തെ നമുക്ക് നോൺ അലൈൻമെന്റ് ആയിരുന്നു. ആ നോൺ അലൈൻമെന്റ് എന്ന് മാറി ഇപ്പം നമ്മളുടെ പോളിസി മൾട്ടി അലൈൻമെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഏത് ഡിസ്കഷന് പോയാലും ഈ രണ്ട് തലങ്ങളിൽ നിന്നാണ് ആദ്യം നാഷണൽ ഇൻട്രസ്റ്റ് ഇപ്പം കാനഡയായിട്ട് ചർച്ച നടത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ താല്പര്യം പരമാവധി ഉറപ്പാക്കുക, താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുക, വികസിപ്പിക്കുക. അതിനകത്ത് നിന്നുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളായിട്ട് ബന്ധം നിലനിർത്തുന്നത്. അത് ആരുമായിട്ട് ബന്ധപ്പെടും. അതാണ് മൾട്ടി അലൈൻമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ചൈനയുമായിട്ടോ അപ്പോൾ അമേരിക്കയുമായിട്ടോ അതല്ല ഇനി റഷ്യയുമായിട്ടോ ആരുമായിട്ട് വേണമെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് അത് നമ്മൾ ആൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡായി. അത് പിന്നെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനാണ് സാധനം അത്. അപ്പോൾ അത് ആ ഒരു പോളിസിയുടെ ഭാഗവും കൂടിയായിട്ടാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോൾ പറഞ്ഞാൽ സ്വാതന്ത്ര്യം കൂടുതലാണ്. ഇപ്പം മറ്റേതല്ല ഏതെങ്കിലും ഒരു ചേരിക്ക് താല്പര്യം ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരുടെ പിന്നെ സൗഹൃദം നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള ചിന്തകൾ നമ്മൾ നേരത്തെ അലട്ടിയിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 2 പോയിന്റ് പോളിസിയാണ്. ഒന്ന് നമ്മളുടെ താല്പര്യം, 2 ആരുമായിട്ട് ചർച്ച ചെയ്യും, മൾട്ടി അലൈൻമെൻറ്റ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാനഡയുടെയും ഏറ്റവും വലിയ അത്യാവശ്യമാണ്. കാര്യം ഈ ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പശ്ചാത്തലം ഒരുക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ആ പശ്ചാത്തലം ഒരുക്കലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോളിസി അല്ലെങ്കിൽ നമ്മളുടെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവാൻ പാടില്ല. ഈ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് ട്രേഡിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നത്. ആ സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അജിത് ഡോവലും ഈ നതാലി ഡൂയിനും തമ്മിലൊക്കെ ചർച്ച നടത്തിയിട്ട് വളരെ ഗുണകരമായ ആ ഒരു മാറ്റത്തിലേക്ക് വന്നത്. അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിന്നെ കോൺഫ്ലിക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അതിനകത്ത് അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു എന്താ പറയുക, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ട്രാൻസാക്ഷണൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയാണ് ഇപ്പം ഈ രണ്ടു കൂട്ടരും തമ്മിലുണ്ടായിരിക്കുന്ന ചർച്ച കൊണ്ട് നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.